ഗോരക്ഷാ മഹാപദയാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം. അഖില ഭാരത ഗോസേവ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പദയാത്രയ്ക്ക് വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിൽ വിളക്ക് തെളിയിച്ച് സ്വീകരണം നൽകി. ഗോരക്ഷയിലൂടെ ഭൂരക്ഷ എന്ന സന്ദേശമുയർത്തി കാശ്മീർ മുതൽ കന്യാകുമാരി വരെയാണ് പദയാത്ര. ഗോക്കളെ ദേവസങ്കല്പത്തിൽ പരിപാലിച്ചിരുന്ന അന്യം നിന്നുപോയ ജീവിതരീതി തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈദരാബാദ് കേന്ദ്രമാക്കിയുള്ള അഖില ഭാരത ഗോസേവ ഫൗണ്ടേഷന്റെ ഗോരക്ഷാ മഹാപദയാത്ര. ബാലകൃഷ്ണ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പദയാത്രയ്ക്ക് മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. The historical place of India, Lal Chowk, we started along with the small Punganur cow to save the cow, save the earth. So it is a awareness program. So the Padayatra is for total 182 days. Till March 27, the program will be concluded. Kashmir to Kanyakumari, 4,900 above kilometer we are walking. Till now 161 days over, we reached in Kerala. Some more 25 more days to go Kanyakumari. പശുക്കിടാവുമൊത്ത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടത്തുന്ന പദയാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. നാടൻ പശുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ഗോരക്ഷാ മഹാപദയാത്രയിലൂടെ ലക്ഷ്യമിടുന്നത്. മൂവാറ്റുപുഴയിൽ എത്തിച്ചേർന്ന ഗോരക്ഷാ മഹാപദയാത്ര ഹിന്ദു ഐക്യവേദി താലൂക്ക് അധ്യക്ഷൻ ഡോക്ടർ MB അപ്പു, സംഘടനാ സെക്രട്ടറി TK നന്ദനൻ, RSS മൂവാറ്റുപുഴ ഖണ്ഡ് കാര്യവാഹ് MS അജേഷ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ജനം, കൊച്ചി.